ഭാസ്കർ, പ്രോസിക്യൂഷന്റെ വിജയമാണ് ശരി ഈ മുൻകൂർ ജാമ്യം കിട്ടാതെ വന്നത് സിദ്ദിഖിന്. പക്ഷേ പോലീസിന് എന്തുകൊണ്ടാണ് സിദ്ദിഖിലേക്ക് എത്തിപ്പെടാൻ ഇതുവരെ കഴിയാതെ പോയത്? ഇവിടെ തന്നെ ഉണ്ടായിരുന്നയാളാണല്ലോ. എനിക്ക് തോന്നുന്നു ഓഗസ്റ്റ് മാസം 28-ാം തീയതി അല്ലേ ഈ പരാതി വരുന്നത് സിദ്ദിഖിനെതിരെ മ്യൂസിയം സ്റ്റേഷനിൽ. എന്നിട്ടും ഇത്രയും നാളുണ്ടായിട്ടും സിദ്ദിഖിനെ ഒന്ന് ചോദ്യം ചെയ്യുവാനോ മൊഴിയെടുക്കുവാനോ ഒന്നും ഈ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ അത് രക്ഷിക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? മഞ്ജുഷേ, നമുക്ക് കേരളത്തിൽ ഒരു കുറ്റവാളിയുടെ മനസ്സിനെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിശകലനത്തിന് ശ്രമിക്കുന്നതാണ് അതിന്റെ ഒരു പരിമിതി ഇക്കാര്യത്തിലുണ്ട്. പല കുറ്റവാളികളും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ആ കുറ്റകൃത്യം എങ്ങനെ മറയ്ക്കുന്നതിനു വേണ്ടിയോ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിൽ ആ കുറ്റകൃത്യം രക്ഷപ്പെടുന്നതിനു വേണ്ടിയോ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പോലീസിന് ഇക്കാര്യത്തിൽ ചില പരിമിതികളുണ്ട്. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ജാമ്യത്തിന്റെ അന്തിമ വിധി വരുന്നതുവരെ കാത്തിരിക്കുന്നതിനുള്ള സാമാന്യ നീതി പോലീസ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. ആ വിധിയിൽ ആ ജാമ്യം ലഭിക്കുന്നില്ല എന്ന് തീർപ്പ് വരുന്ന ഘട്ടത്തിൽ സിദ്ദിഖിനെ തേടി പോലീസ് ഇറങ്ങുകയും ലുക്കൌട്ട് നോട്ടീസ് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് പോയിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യുക, പോലീസിന്റെ നിരീക്ഷണം അത്ര മോശമൊന്നുമല്ല. അഡ്വക്കേറ്റ് BN ഹസ്കർ, കൊച്ചിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ സിദ്ദിഖിന് കഴിയാവുന്ന തരത്തിൽ അല്ല. അത് നമുക്കിപ്പോ ഒരാൾക്ക് കേരളത്തിലെ എത്ര നാൾ ഹൈഡൌട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതൊരു വലിയ പ്രശ്നമുണ്ട്. മാത്രമല്ല, ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ചിട്ട് 4-ാം തീയതി മുതൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 13-ാം തീയതി വരെ അവധിയിലേക്ക് പോവുകയാണ്. പൂജ ഹോളിഡേയ്സ് വരെയാണ്. അപ്പൊ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്താൽ തന്നെ ആ ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുന്നതിന് കേരള തടസ്സ ഹർജി ഓൾറെഡി ഫയൽ ചെയ്യുന്നതിന് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട് അല്ലെ? മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയിൽ സിദ്ദിഖ്. വൈകിട്ട് അങ്ങനെ ഫയലിംഗ് നടന്നിട്ടുണ്ട്. താങ്കൾ പറയുന്ന 4-ാം തീയതി മുതൽ പൂജ ഹോളിഡേയ്സിനുള്ള അവധിയാണ്. പക്ഷെ അടിയന്തരമായിട്ടുള്ള ഒരു പരിഗണന കിട്ടിയാൽ ഇതിൽ വിധി വരും അതിനു മുൻപ് അല്ലെ? ഈ കേസിന്റെ നമ്പർ SLP നമ്പർ വന്നതിന് ശേഷം SLP നമ്പർ വന്നതിന് ശേഷം കോടതിയിൽ മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്യിക്കുന്നതിനുള്ള ഒരു സംവിധാനമുണ്ട് സുപ്രീം കോടതി. അപ്പൊ സ്വാഭാവികമായി സുപ്രീം കോടതിയിൽ അത് മെൻഷൻ ചെയ്ത് പോസ്റ്റ് ചെയ്യിക്കുന്നതിന് ശ്രീ സിദ്ദിഖിന്റെ അഭിഭാഷകർക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് കേൾക്കും. അപ്പോ ഇതിൽ ഇന്റർവീനർ ആയിട്ട് ഓൾറെഡി അതിജീവിത ഈ കേസിൽ ഹാജരായിട്ടുണ്ട്. അപ്പോ അതിജീവിതയെ കൂടി കേൾക്കുകയും സംസ്ഥാന സർക്കാരിനെ കൂടി കേൾക്കുകയും ചെയ്യുക എന്നുള്ള പരിമിതി ഇക്കാര്യത്തിൽ സുപ്രീം കോടതിക്കുണ്ട്. അത് കേട്ടതിനു ശേഷം മാത്രമേ ഒരു നോട്ട് ടു അറസ്റ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവ് ഒരുപക്ഷെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ കൊടുക്കാനാവൂ. മാത്രമല്ല, വളരെ സുദീർഘമായിട്ടുള്ള ഒരു വിധിന്യായമാണ് ജസ്റ്റിസ് ഡയസ് ഇക്കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായും ആ വിധിന്യായത്തെ മറികടന്നു കൊണ്ടുവേണം സുപ്രീം കോടതിക്ക്, അല്ലെങ്കിൽ അതിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന മറ്റ് സുപ്രീം കോടതിയുടെ അടക്കമുള്ള മറ്റ് രാജ്യത്തെ നിയമമായി മാറി നിൽക്കുന്ന വിധിന്യായങ്ങളെ കൂടി മാറ്റിവെച്ച് നോക്കി വേണം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തത്. കാരണം അങ്ങനെ നോക്കുന്ന ഘട്ടത്തിൽ മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വരണം എന്നുള്ളിൽ അതിനുള്ളിൽ സിദ്ദിഖിനെ കണ്ടെത്തുക, സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള നടപടിക്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന് അത് സാധിക്കും. കേരള പോലീസിന് അങ്ങനെ നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണാൻ കഴിയില്ല. പോലീസ് ഒരു തരത്തിലും ഇക്കാര്യത്തിൽ അലംഭാവം കാണിച്ചിട്ടില്ല. കാരണം നമുക്കറിയാലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സൂചനകളെ സംബന്ധിച്ച് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും പരാതി നൽകുന്ന മുഴുവൻ ആളുകളുടെയും പരാതി അത് പക്ഷേ തുടക്കത്തിൽ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോയിരുന്നില്ല കേട്ടോ. അങ്ങനെ സർക്കാർ പോലും അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തുടക്ക സമയത്ത് പരാതി വരട്ടെ എന്നാൽ പരിഗണിക്കാം എന്നുള്ളതായിരുന്നു. പിന്നെ ആ സമ്മർദ്ദം ശക്തമായപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായ സമയത്താണ് SIT വന്നതും ഹൈക്കോടതിയിൽ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടിയ ശേഷമാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികൾ കൂടി പരിശോധിച്ച് ആളുകൾക്കെതിരെ കേസെടുക്കാം എന്ന തീരുമാനത്തിലേക്ക് വന്നതും. സ്വമേധയാ അല്ല ഇക്കാര്യങ്ങളൊന്നും വന്നത്. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ വിധിയിൽ സിദ്ദിഖിന്റെ കാര്യത്തിൽ അതിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരാമർശ വിഷയമായതും ഈ കാരണം കൊണ്ട് കൂടിയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. ഈ സുപ്രീം കോടതി വിധി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലീസിന് മേൽ സമ്മർദ്ദം വരുമെന്ന കാര്യം ഉറപ്പാണ്. അവിടെ ഈ കീഴ്വഴക്കങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് കരുതാം. പക്ഷേ പൊതുവെ അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാറില്ലല്ലോ കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ. സാധാരണഗതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ഏതെങ്കിലും കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യുന്ന കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല. അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമൊന്നുമില്ല. പക്ഷെ കോടതിയുടെ വിധിന്യായത്തെ ലംഘിക്കുന്നു അല്ലെങ്കിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയത്തിന്മേൽ അതിരുകടന്ന പ്രവർത്തനം നടത്തുന്നത് ശരിയല്ല എന്ന ഒരു മാനസികാവസ്ഥയുടെ ഭാഗമായി
കാലാകാലങ്ങളായി പോലീസ് എടുത്തിട്ടുള്ള ഒരു സമീപനം അങ്ങനെ അറസ്റ്റ് ചെയ്യാറില്ല. അത് സാധാരണ ഒരു പ്രവർത്തകൻ, സാധാരണ ഒരു സിറ്റിസൺ ആണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് അക്കാര്യത്തിൽ കാണാറുള്ളത്. ഇതിപ്പോ ഒരു സിനിമാ നടൻ എന്ന നിലയിൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഉയർന്ന വ്യക്തിത്വം കൂടിയുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന് സമൂഹത്തിൽ ധാരാളം സ്വാധീനം ഉണ്ട്. ആ സ്വാധീനം ഉപയോഗിക്കും സാധ്യതയുണ്ടായിരുന്ന ഒരാളെന്ന നിലയിലാണ് സിദ്ദീഖിനെ അക്കാര്യത്തിലും ഒരു സ്വാധീനത്തിനും വശംവദരാകാതെ പോലീസ് ഇപ്പോ വളരെ കൃത്യമായ നടപടികളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു പരിമിതിയാണ്. സുപ്രീം കോടതിയിൽ ഈ കേസ് ഈ വെള്ളിയാഴ്ച വിളിക്കാൻ കഴിഞ്ഞാൽ, വെള്ളിയും തിങ്കളുമാണ് സാധാരണഗതിയിൽ ഈ കേസുകൾ, പുതിയ കേസുകൾ SLPകൾ ലിസ്റ്റ് ചെയ്യാറുള്ളത്. മിസ്ലേനിയസ് ലിസ്റ്റിംഗ് വരുന്നത് വെള്ളിയും തിങ്കളുമാണ്. ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ചയോ തൊട്ടടുത്ത തിങ്കളാഴ്ചയോ ആണ് ഈ കേസ് വരുന്നതിനുള്ള സാധ്യത സുപ്രീം കോടതിയിലുള്ളത്. അങ്ങനെ വന്നതിന് ശേഷം എന്തു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് നാം ആകെ കാതോർത്തിരിക്കുന്നത്. സുപ്രീം കോടതി അതിനു മുമ്പ് ശ്രീ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ എടുത്തിട്ടുള്ളതെന്നാണ് പോലീസിന്റെ ചടുലമായ നീക്കങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാനാകുന്നത്. ശ്രീ MK ഹരിദാസ്, താങ്കൾ ഇക്കാര്യം വിശ്വസിക്കുന്നുണ്ടോ?